ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പിന്നെ ഉളു ചെയ്ത് കാണിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ ഞാൻ ഈ ചെയ്തതുപോലെ റസൂലുള്ള ഉളു ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ ഉളു ചെയ്തിട്ട് ദുഹർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഫജ്റിൻ്റെയും ദുഹറിൻ്റെയും ഇടയിലുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും, അസർ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ദുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ ഓരോ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും, രണ്ട് നിസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്നെ അവസാനം പറയാണ്, ഹുന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, ഹുന്നൽ ഹസനാത്ത്, ഇവകൾ ഹസനാത്ത് നന്മകളാണ്, യുദ്ഹിബിന സയ്യിആത്ത് തിന്മകളെ പോക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹുന്നൽ ഹസനാത്ത് ഫമൽ ബാഖിയാത്ത്, ഇവ ഹസനാത്താണ് എങ്കിൽ ബാഖിയാത്ത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ബാഖിയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രതിഫലം ശേഷിക്കുന്ന നന്മകൾ എന്ന് ചോദിക്കുന്നത്. അവ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് പറയാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് എന്ത് ഈ ബാഖിയാത്ത് എന്ന് പറഞ്ഞതാണ്. അവിടെയും ആരാ മുന്നിൽ? സുബ്ഹാനല്ലാഹ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസ്, ഈ ദുനിയാവിൽ സൂര്യൻ ഉദിച്ച സ്ഥലമാണ് ഈ ദുനിയാവിൽ ഏറ്റവും ഉത്തമമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് ഉണ്ടോ, ആദ്യമായിട്ട് ഈ ശ്രേഷ്ഠ വചനങ്ങളിലൊക്കെ എണ്ണപ്പെടുന്നത് ആരെയാണ്? തസ്ബീഹിനെയാണ്, സുബ്ഹാനല്ലാഹയാണ്. അപ്പൊ അത് അറിയിക്കുന്നത് എന്താ? ഈ സുബ്ഹാനല്ലാഹ് അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു മഹത്വമാണ്. അത് നമ്മുടെയൊക്കെ അളവിൽ എത്രമാത്രം അത് വരണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എവിടെ? പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടല്ലോ, ഈ പടപ്പുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അറിയുന്ന അനുഭവിക്കുന്നതായ ഒരു കുറവ്, ഒരു പോരായ്മ, ഒരു ന്യൂനത, ഒരു വീഴ്ച, ഒരു അപരാധം, അവിടെ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്നതിനെ കൊണ്ടാണ് അതിനോട് പ്രതികരിക്കേണ്ടത്. അതെന്തിന്? നമുക്കേ പോരായ്മയും കുറവും വീഴ്ചയൊക്കെ ഉള്ളൂ. ഇതൊന്നും ആർക്കില്ല? മേലായ റബ്ബിന് ഇല്ല. അവൻ അന്യൂനൻ, ന്യൂനതയില്ലാത്തവൻ, പോരായ്മയില്ലാത്തവൻ, സമ്പൂർണൻ, വിശുദ്ധൻ എന്നുള്ളത് ഉണർത്താൻ.